രാജ്യത്തിന്റെ രാഷ്ട്രീയം പറഞ്ഞു തുടങ്ങിയാൽ നാവിന്റെ തുമ്പിൽ വരാതെ പോകില്ല ഡൽഹിയുടെ പേര്. പക്ഷേ ഡൽഹി സംസ്ഥാനത്തിന്റെ രാഷ്ട്രീയം നനച്ചിരിക്കാതെ ഒരു ത്രികോണ മത്സരത്തിന്റെ ചൂടിലേക്ക് വഴുതി വീണിരിക്കുന്നു. കോൺഗ്രസും BJPയും ബലാബലം കാട്ടുകയും കഴിഞ്ഞ 15 വർഷമായി കോൺഗ്രസിന്റെ സർക്കാരിനെ ഷീലാ ദീക്ഷിത് നയിക്കുകയും ചെയ്ത ഡൽഹിയിൽ എന്തും സംഭവിക്കാമെന്ന മട്ടിലേക്കാണ് കാര്യങ്ങളുടെ പോക്ക്. ഡൽഹിക്കാർക്ക് കണ്ടുപരിചയമില്ല ഇങ്ങനെ ഒരു തെരഞ്ഞെടുപ്പ് മത്സരം. BJPയും കോൺഗ്രസും ഇതേ കണ്ടുപിടിച്ചിട്ടുള്ളൂ ഡൽഹി പതിറ്റാണ്ടുകളായി. പക്ഷേ കഴിഞ്ഞ ഒരു വർഷം ഡൽഹി കണ്ടതൊക്കെ നാടിനെ തന്നെ ഞെട്ടിച്ചു. അങ്ങനെ വന്നുപെട്ടത് ഒരു പുതിയ രാഷ്ട്രീയ രംഗമാണ്. 1.5 പതിറ്റാണ്ട് കാലത്തെ കോൺഗ്രസിന്റെ ഭരണം മാറ്റി അധികാരം പിടിച്ചെടുക്കുക എന്നുള്ളതാണ് BJPയുടെ ഡൽഹിയിലെ ശ്രമം. ചരിത്രത്തിൽ ആദ്യമായി ഡൽഹിയിൽ ഒരു ത്രികോണ മത്സരം നടക്കുമ്പോൾ ആം ആദ്മി പാർട്ടിയാകുമോ ഒരുപക്ഷെ വിധി നിർണയത്തെ വലിയ രീതിയിൽ സ്വാധീനിക്കുന്നത്. കോൺഗ്രസും BJPയും രാഷ്ട്രീയം കളിച്ചു വളർന്ന ഡൽഹിയിൽ ആം ആദ്മി പാർട്ടി പിറന്നു വീണിട്ട് മാസങ്ങൾ മാത്രമേ ആയുള്ളൂ. എങ്കിലും 2 ദേശീയ പാർട്ടികളുടെ ഉറക്കം കെടുത്തുന്നു പുതിയ പാർട്ടിക്കാർ ഇവിടെ. ഷീലാ ദീക്ഷിത് കഴിഞ്ഞ 3 വട്ടം അധികാര കസേരയിലെത്തിച്ചു കോൺഗ്രസിനെ. 4ാമതും ഭരണം പിടിക്കാനാണ് കോൺഗ്രസിന്റെ പടയോട്ടം. പക്ഷെ കഴിഞ്ഞ 15 വർഷത്തെ ഡൽഹിയല്ല ഇന്നത്തെ ഡൽഹി. കാര്യവും കളിയും കളിക്കളവും മാറി. കളിക്കാർ പുതിയവർ വന്നു. കാഴ്ചയിൽ മൂർച്ചയുള്ള ഒരു ത്രികോണ മത്സരം. അടിയൊഴുക്കുകൾ ദിശ മാറുന്ന വേഗം കൂടുന്നു. ഡൽഹിയുടെ മണ്ണിൽ കിടക്കുന്നത് പുതിയ രാഷ്ട്രീയത്തിന്റെ നാമ്പാണ്. ആം ആദ്മി പാർട്ടി മുന്നോട്ട് വയ്ക്കുന്നത് ഒരുപോലെ കോൺഗ്രസും BJPക്കും എതിരായ മുദ്രാവാക്യം. 3 മുഖങ്ങൾ കണ്ട് പരതുകയാണ് ഡൽഹിയിലെ ജനം. വരുന്ന ഡിസംബർ 4-ന് 3-1 തീരുമാനിക്കണം. എളുപ്പമല്ല ഡൽഹിക്കാർക്ക് ഈ തിരഞ്ഞെടുപ്പ് പരിശ്രമം. ഒരിടത്ത് ഷീലാ ദീക്ഷിത് കോൺഗ്രസുമായി, പിന്നെ ഹർഷവർദ്ധൻ BJPയുടെ തലപ്പത്ത്, അവസാനത്തെ രംഗപ്രവേശം അരവിന്ദ് കെജ്രിവാൾ ആം ആദ്മി പാർട്ടി. ഒന്ന് തിരിഞ്ഞു നോക്കേണ്ടത് കഴിഞ്ഞ വർഷത്തെ കോൺഗ്രസും BJPയും തുടർന്ന വിജയാപജയങ്ങളുടെ കണക്കുകളാണ്. രാജ്യത്തിന്റെ തലസ്ഥാനം ഉൾപ്പെടുന്ന നാഷണൽ ക്യാപിറ്റൽ റീജിയൻ ഉൾപ്പെടെ ഡൽഹി സംസ്ഥാനം മൊത്തം 70 സീറ്റുകൾ. കഴിഞ്ഞ വട്ടം കോൺഗ്രസ് 42 സീറ്റുകൾ നേടി അധികാരത്തിൽ വന്നു. BJPക്ക് 23 സീറ്റുകൾ. ബാക്കിയുള്ളത് BSPയും സ്വതന്ത്രരും പങ്കിട്ടു. സത്യത്തിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് അതിനു മുമ്പത്തേക്കാൾ 4 സീറ്റുകൾ കുറവായിരുന്നു. അവയിൽ 3 BJP നേടി. 98-ൽ ഷീലാ ദീക്ഷിത് ആദ്യമായി അധികാരത്തിൽ വരുമ്പോൾ 3-2 ഭൂരിപക്ഷത്തിൽ 51 സീറ്റുകൾ നേടിയാണ് കയറിയത്. ഓരോ തെരഞ്ഞെടുപ്പിലും കോൺഗ്രസിന്റെ സീറ്റുകളുടെ എണ്ണം താഴോട്ട് പോകുമ്പോൾ ഇത്തവണ BJP അധികാരത്തിലേറും വിധം ജയിച്ചു വരേണ്ടതാണ്. പക്ഷെ കണക്കിലെ കളികൾ മാറുന്നത് ആം ആദ്മി പാർട്ടിയുടെ കളിവരവിനെ തുടർന്ന്. ഡൽഹിയിൽ തിരഞ്ഞെടുപ്പ് കളി മാറ്റിയ കഥയറിയാൻ കഴിഞ്ഞ കുറച്ച് മാസത്തെ ഡൽഹിയിലെ പ്രതിഷേധങ്ങളും സമരങ്ങളും അതിന് പിന്നിലെ കാഴ്ചകളും ഒന്ന് റീപ്ലേ ചെയ്യേണ്ടി വരും. രംഗം 1. അന്നാ ഹസാരെ. ലോക്പാൽ ബില്ലിന് വേണ്ടി ഒരു നിരാഹാര സമരത്തിന് വരുമ്പോൾ ജന്തർ മന്ദറിന്റെ സ്ഥിരം സമരവേദിയിൽ നടക്കുന്ന ഒരു പ്രതിഷേധത്തിനപ്പുറം വളരുമെന്ന് സർക്കാർ കണക്കുകൂട്ടിയില്ല. കണ്ണടച്ച് തുറക്കും മുമ്പ് സമരവും അതിന്റെ ആവേശവും നാടും ടെലിവിഷൻ സ്ക്രീനും പെട്ടെന്ന് നിറഞ്ഞു. അണ്ണാ ഹസേരെ എന്ന സാത്വികനായ മനുഷ്യന്റെ നിശ്ചയദാർഢ്യം മാത്രമല്ല ഈ സമരത്തിന്റെ പിന്നിലെന്ന് ഡൽഹിയും ലോകവും പെട്ടെന്ന് തിരിച്ചറിഞ്ഞു. കണക്ക് കൂട്ടിയുള്ള സമരതന്ത്രം, അളവില്ലാത്ത ജനപ്രവാഹം. രാവുറങ്ങോളം ടിവിയിലും പകലുണരുമ്പോൾ പത്രത്താളുകളിലും അന്നാ ഹസേരെയും സമരാവേശവും നിറഞ്ഞു നിന്നു. ഇന്ത്യ അഗൈൻസ്റ്റ് കറപ്ഷൻ എന്ന ആ ചാട്ടുളി ചെന്നു വീണത് കോൺഗ്രസിന്റെ മുഖത്തേക്കാണ്. മുഖം മിനുക്കാൻ കോൺഗ്രസ് പാളയത്ത് ബുദ്ധിരാക്ഷസന്മാർ രാവ് പകലാക്കി. കപിൽ സിബൽ, സൽമാൻ ഖുർഷിദ് തുടങ്ങി കോൺഗ്രസിന്റെ കുതിരകൾ മുന്നിട്ടിറങ്ങി. കഴിഞ്ഞ വർഷങ്ങളിൽ അഴിമതിയും കുംഭകോണങ്ങളും ഒരുപാട് കണ്ടതാണ് ഡൽഹി നഗരം. കേന്ദ്ര സർക്കാരിനെ ചുറ്റിപ്പറ്റിയുണ്ടായ ഒരുപാട് അഴിമതി കഥകളും അതിനോടൊപ്പം ഡൽഹിയിൽ നടന്ന കോമൺവെൽത്ത് ഗെയിംസിന്റെ അഴിമതിയും വെട്ടിപ്പും. നാടും നഗരവും ഉണർന്ന് ലോക്പാലിന് വേണ്ടി മുഷ്ടി ചുരുട്ടിയപ്പോൾ കോൺഗ്രസ് ഒന്ന് പേടിച്ചു. സമരക്കാരെ ചർച്ചയ്ക്ക് വിളിച്ചു. അന്നാ ഹസാരെ സമരപന്തലിലിരിക്കുമ്പോൾ അഴിമതിക്കെതിരായ അതിന്റെ പുതിയ നേതാക്കൾ സർക്കാരിന്റെ എതിർവശത്തിരുന്ന് വിലപേശി.
കിരൺ ബേഡി, പ്രശാന്ത് ഭൂഷൺ, സന്തോഷ് ഹെഗ്ഡെ. പിന്നൊരാൾ സിവിൽ സർവീസ് ഉദ്യോഗം വലിച്ചെറിഞ്ഞ് അഴിമതിക്കെതിരെ വീശിയെടുത്ത 43-കാരൻ അരവിന്ദ് കെജ്രിവാൾ. ഇന്ത്യയിലെ കാഴ്ചക്കാർ കണ്ടുപരിചയമില്ലാത്ത ജനക്കൂട്ട വിപ്ലവത്തെ സർക്കാർ ഞെട്ടലോടെ അംഗീകരിച്ചു. അവസാനം ലോക്പാൽ ബിൽ തിടുക്കത്തിൽ പാർലമെന്റിൽ അവതരിപ്പിച്ചു. പറഞ്ഞ വാഗ്ദാനം സർക്കാർ പതിവ് ശൈലിയിൽ പറ്റിച്ചു എന്നത് വേറെ കാര്യം. പക്ഷേ ഡൽഹിക്കാർക്ക് നാടിന്റെ രാഷ്ട്രീയ സംവിധാനത്തിനെതിരെ ഒരു പുച്ഛം പതിയെ മനസ്സിൽ ഉരുണ്ടുവന്നു. ആ വികാരം വോട്ട് വാങ്ങി ജയിച്ച് ജനങ്ങളെ മറക്കുന്ന അഴിമതിക്കാരെയും രാഷ്ട്രീയത്തിലെ താപ്പാനകളെയും മാറ്റിയോടിക്കാൻ ചൂലെടുത്ത് മുന്നോട്ട് വരാൻ ജനങ്ങളെ ചിന്തിപ്പിച്ചു. ആ ആക്രോശത്തിന്റെ പ്രതിധ്വനി ഒരു പുതിയ രാഷ്ട്രീയ പാർട്ടി പിറന്നു വീണു, ആം ആദ്മി പാർട്ടി. തെരഞ്ഞെടുപ്പിൽ ആം ആദ്മി പാർട്ടി പെട്ടെന്ന് ഭീഷണിയാകുന്നു എന്ന വാർത്ത രണ്ട് ദേശീയ പാർട്ടികൾക്കും സഹിക്കാനാകില്ല. പാർട്ടിയെ ആദ്യം കണക്കിലെടുക്കാൻ മടിച്ച വലിയ പാർട്ടികൾ ഇന്ന് കണക്കിന് വിമർശിച്ച് ആം ആദ്മിയെ പ്രതിരോധിക്കുന്നു. No, they have no organization, they have no candidates, they are borrowing candidates from the Congress and BJP itself. More than 15 candidates are from BJP Congress in their list, which are rejected by the BJP and the Congress. So the organization has not set up in the Delhi. So I don't think they are getting even a single seat in Delhi. നാട്ടിൽ നടക്കുന്നത് ജനാധിപത്യ വിരുദ്ധമാണെന്ന് ചിന്തിക്കുന്നവനെ ഒരു രാഷ്ട്രീയ മാറ്റം വേണമെന്ന് ഉരുവിടാൻ പഠിപ്പിച്ചതാണ് ആം ആദ്മി പാർട്ടിയുടെ ആദ്യത്തെ നേട്ടം. ആം ആദ്മി എന്നാൽ സാധാരണക്കാരൻ എന്നർത്ഥം. ഇന്ത്യയിൽ അധികാരം രാഷ്ട്രീയക്കാരനെ ഏൽപ്പിച്ച് പഞ്ചഭുജമടക്കി എല്ലാം സഹിക്കേണ്ടി വരുന്ന വെറും സാധാരണക്കാരൻ. നാട്ടിൽ വിലക്കയറ്റം പെരുകുമ്പോഴും അഴിമതി കോടികൾ തിന്നു മുടിക്കുമ്പോഴും വീണ്ടും വീണ്ടും ചിരിച്ചു വരുന്ന രാഷ്ട്രീയക്കാരനെ വോട്ടിട്ട് ജയിപ്പിക്കാൻ ഇനി പാടില്ലെന്ന് പറഞ്ഞത് കെജ്രിവാൾ. ഈ ആഹ്വാനം ഡൽഹി മുഴുവൻ ഏറ്റുപറഞ്ഞു. ആദ്യം ചെറുപ്പക്കാരും പിന്നെ പഠിച്ചവരും തുടങ്ങി ഈ ആഹ്വാനം ഒരു തരംഗം പോലെ ഡൽഹി വളഞ്ഞു. ഇന്ത്യ എഗൈൻസ്റ്റ് കറപ്ഷൻ എന്ന കടലാവേശത്തിൽ നിന്നും ആം ആദ്മി പാർട്ടിയിൽ എത്തുമ്പോഴേക്കും കൂട്ടത്തിലുള്ള പലരും വഴിയെ കൊഴിഞ്ഞുപോയി. ഒരു രാഷ്ട്രീയ പാർട്ടിയായി താഴാൻ താനില്ലെന്ന് ആദ്യം പറഞ്ഞത് അണ്ണാ ഹസാരെ. പിന്നെ കിരൺ ബേഡിയും അത് തന്നെ പറഞ്ഞ് കേജ്രിവാളിനോട് പിണങ്ങി മുറിഞ്ഞു. പ്രതിസന്ധികളിൽ തളരാത്ത മനസ്സുമായി കേജ്രിവാൾ ഉറച്ചു നിന്നു. ഒപ്പം ഒരുപാട് ഊർജ്ജമുള്ള യുവാക്കളും. ആം ആദ്മി പാർട്ടിയുടെ യുവതരംഗം ചെറുക്കാൻ വൈകിയെങ്കിലും കോൺഗ്രസും പുതിയ ആളുകളെ രംഗത്തിറക്കി. ജനക്പുരി മണ്ഡലത്തിൽ യൂത്ത് കോൺഗ്രസിന്റെ മുൻ നേതാവ് രുക്മിണി നായിക്കിനെ സ്ഥാനാർത്ഥിയാക്കി. All the surveys, all the researches, all the opinion polls that have taken place have actually ensured the fact that Sheila Dikshit ji is still the most popular leader, and she seems to be a stalwart as far as Delhi's politics is concerned. And I can only say that this can happen only when the people have faith and belief in their leader. And I think the narrative of development that Sheila ji's government has written in Delhi cannot be ignored or overlooked in any sense of the term. And I think we are here talking about a fourth time incumbent chief minister who's still the most popular leader. And I'm sure that this time also she's going to make history by making Congress win in clear-cut majority. There is an anti-incumbency against the Congress government of its 15 years rules. In 15 years rules, so much inflation is there, corruption is there. So we are going on 5 issues, namely inflation, corruption, electricity, water and women's security. I think people don't like now to have a Congress government in Delhi. ചെറുപ്പക്കാർ പടവെട്ടുമ്പോൾ കോൺഗ്രസിന് സ്വീകാര്യത വരുമെന്ന് പാർട്ടി സ്വയം പ്രതീക്ഷിക്കുന്നു. ആം ആദ്മി പാർട്ടി രംഗപ്രവേശം ചെയ്തില്ലെങ്കിൽ തന്നെ ജനങ്ങൾ കോൺഗ്രസിനോടും BJPയോടും ചോദിക്കാൻ ഒരു കെട്ട് ചോദ്യങ്ങൾ സൂക്ഷിക്കുന്നുണ്ടായിരുന്നു. 1998 BJP ഭരണത്തിൽ നിന്ന് മാറ്റി കോൺഗ്രസിന് അധികാരത്തിൽ കൊണ്ടുവരുമ്പോൾ ഡൽഹിയിൽ ഉള്ളിയുടെ വില കിലോയ്ക്ക് 100 രൂപ. ജനം BJPക്കെതിരെ വോട്ടുകുത്തി. നനച്ചിരിക്കാത്ത ഉള്ളി എഫക്റ്റിൽ BJP കരഞ്ഞു. വർഷം 15 കഴിഞ്ഞു. ഇന്നും ഡൽഹിയിലെ ഉള്ളിയുടെ വില 100-നോടടുത്ത് തന്നെ. ഉള്ളി മാത്രമല്ല, തിന്നാൻ കൊള്ളാവുന്ന എല്ലാത്തിനും വില ആകാശം മുട്ടി. ഡൽഹിക്കാർ മുണ്ടിറുക്കി കെട്ടിയുറങ്ങുമ്പോൾ പഴിക്കുന്നത് കോൺഗ്രസ് സർക്കാരിനെ. ഇതിനിടയിൽ കറണ്ട് ബില്ലും വെള്ളക്കരവും ഉയർന്നു. ഡൽഹിയുടെ മധ്യത്തിലുള്ള സാധാരണക്കാരായ സർക്കാർ ഉദ്യോഗസ്ഥരും ചേരിയിലെ പാവങ്ങളും കുടിയേറ്റക്കാരും തുച്ഛമായ സ്ഥിരവരുമാനത്തിൽ ജീവിതം മുട്ടിക്കാൻ വയ്യാതായി. ഭംഗിയുള്ള നഗര സൗകര്യങ്ങളും വേഗത്തിലോടുന്ന മെട്രോ തീവണ്ടിയും ഡൽഹിക്കാരന്റെ നിത്യഭക്ഷണത്തെ രുചി കൂട്ടിയില്ല. ഷീല സർക്കാരിന്റെ ജനവിരുദ്ധ ഭരണത്തെ ഉശിരോടെ എതിർക്കാൻ BJPക്കായില്ല. പടലപ്പിണക്കങ്ങൾ ഉറക്കത്തിലാക്കിയ BJP പാർട്ടി തങ്ങളുടെ തെരഞ്ഞെടുപ്പ് നേതാവിനെ നിശ്ചയിച്ചത് തന്നെ അടുത്താണ്. ഒരു പുതിയ മുഖമെന്ന് പറയാനാകില്ലെങ്കിലും ഡോക്ടർ ഹർഷവർദ്ധൻ ഒരു പുതിയ രീതിക്കാരനാണ്. ഒരു മെഡിക്കൽ ഡോക്ടർ, ഡൽഹി BJPയിലെ മുൻ സംസ്ഥാന അധ്യക്ഷൻ, BJP സർക്കാരിലെ മുൻ ആരോഗ്യമന്ത്രി, സൗമ്യനെങ്കിലും നിശ്ചയദാർഢ്യക്കാരൻ. ഒരു തരത്തിൽ പറഞ്ഞാൽ ഡൽഹിയിലെ ഒരു VM സുധീരൻ. വടക്കേ ഇന്ത്യയിലെ BJP പാർട്ടിയിലെ ശരാശരി നേതാക്കളിൽ കാണുന്ന വേഗവും ആവേശവും ഇല്ലെങ്കിലും ഏറ്റെടുത്ത കാര്യങ്ങൾ ഭംഗിയായി ചെയ്തും സത്യസന്ധത കാട്ടിയും ചരിത്രമുള്ളയാൾ. ഈ പറഞ്ഞതൊക്കെ പോരാ ഇപ്രാവശ്യം ജയിച്ചു കയറാൻ BJPക്ക്. പക്ഷേ വോട്ടർമാരെക്കാൾ കൂടുതൽ നേതാക്കളുള്ള ഡൽഹിയിലെ BJPക്ക് ഒരു തമ്മിൽ ഭേദം തൊമ്മൻ ഹർഷവർദ്ധൻ തന്നെ. ആവേശം നിറഞ്ഞ അവകാശവാദങ്ങൾ നിരത്തിയില്ലെങ്കിലും ഹർഷവർദ്ധൻ ആത്മവിശ്വാസം കൈവിടുന്നില്ല. I think we are getting an overwhelming response, and there is absolutely no doubt about the fact that we are going to have a
very good quality victory, and I will not be least surprised if we get something better than a 2/3 majority. 15 വർഷമായി കൈവിട്ടുപോയ അധികാരം ബി.ജെ.പി. കോൺഗ്രസിൽ നിന്നും തിരിച്ചുപിടിക്കാനുള്ള പ്രയാസത്തിലാണ് ഡൽഹിയിൽ. അത്ര എളുപ്പമല്ല ഈ ദൗത്യം. പ്രത്യേകിച്ചും ഷീലാ ദീക്ഷിതിൻ്റെ പേഴ്സണാലിറ്റി ഫാക്ടറും അതുപോലെ ബി.ജെ.പിക്കുള്ളിലെ സംഘടനാ പ്രശ്നങ്ങളും. പക്ഷേ ഒരു മാറ്റത്തിനായി ഡൽഹി കൊതിക്കുന്നു എന്ന് പറയുമ്പോൾ ബി.ജെ.പി. വലിയ പ്രതീക്ഷയിലാണ്. കോൺഗ്രസ് പാളയത്തിന്റെ മുന്നണിയിൽ ഷീലാ ദീക്ഷിതിന് സംശയമില്ലാത്ത നേതൃത്വം. ഡൽഹി കസേര കൊതിച്ച പലരും കോൺഗ്രസിൽ രുചി പിടിച്ച് നടക്കുന്നവരുണ്ട്. അജയ് മാക്കൻ, കപിൽ സിബൽ ഇവരൊക്കെ ഡൽഹിക്കാരാണ്. പക്ഷേ ഷീലാ ദീക്ഷിത് കഴിഞ്ഞ 3 വർഷത്തെ പരീക്ഷയും ജയിച്ച മിടുക്കിയായി സോണിയ മാഡത്തിന്റെ സംപ്രീതി ഏറ്റുവാങ്ങി. പാർട്ടി പിന്തുണ മുഴുവനായി നൽകിയാലും ഇല്ലെങ്കിലും നേതാക്കളെല്ലാം ഒപ്പം നിന്നാലും ഇല്ലെങ്കിലും ഷീല നാട്ടിൽ ഒരു പേരൊക്കെ നേടിക്കഴിഞ്ഞിരിക്കുന്നു. ഷീലയ്ക്ക് തെരഞ്ഞെടുപ്പിൽ പിന്തുടരുന്ന ഭൂതം കഴിഞ്ഞ കാലത്തെ ഭരണപാളിച്ചകൾ തന്നെ. പണ്ടേ വയ്യാത്ത കോൺഗ്രസിനിപ്പം ആം ആദ്മി പാർട്ടി കൂടി വേട്ടയാടുന്നു. കളി എത്ര എളുപ്പമല്ല ഗ്രൗണ്ടിൽ. കോൺഗ്രസ് കൂട്ടിക്കഴിക്കുന്ന ചില കണക്കുകൾ കൂടിയുണ്ട് ഇപ്പോൾ. കോൺഗ്രസ്സുകാർ കൈപ്പുസ്തകത്തിൽ ഒരു ഗണിതശാസ്ത്രം എങ്ങനെ എഴുതി പഠിക്കുന്നു. കോൺഗ്രസിനെതിരായ വോട്ടുകൾ സാധാരണ രീതിയിൽ ബി.ജെ.പിക്ക് പോകുമെന്നിരിക്കട്ടെ. പക്ഷേ കോൺഗ്രസിനെതിരായ പ്രതിഷേധ വോട്ടുകൾ ആം ആദ്മി പാർട്ടി കൂടി പിടിച്ചെടുത്താൽ അത് ബി.ജെ.പിയുടെയും വോട്ടിനെ കുറയ്ക്കും. അങ്ങനെ ബി.ജെ.പിയും ആം ആദ്മിയും പങ്കുവച്ച് കളിക്കുമ്പോൾ പഴുതിലൂടെ കോൺഗ്രസ് വീണ്ടും ജയിക്കും. കണക്കും സ്വപ്നങ്ങളും കൊള്ളാം. പക്ഷേ ഡൽഹിയിലെ വോട്ടർമാർ മനസ്സിൽ കൂട്ടിയിരിക്കുന്നത് എന്ത് കണക്കാണെന്ന് എങ്ങനെ അറിയാം? കോൺഗ്രസിന്റെയും ബി.ജെ.പിയും അടുത്ത മനസ്സാണ് ജനത്തിനെങ്കിൽ വോട്ട് നേരെ ആം ആദ്മി പാർട്ടിയുടെ പെട്ടിയിൽ വീഴും. കോൺഗ്രസിന്റെ തലയിലെ മലർപ്പൊടി ഡൽഹിയിലെ നടു റോഡിൽ വീണ് തൂവും. No, I don't think there is any personality factor of Sheila Dikshit. One election we lost due to onion only. The second election we lost because of our mistakes, distribution of tickets, and the third one is we have changed the face of the Delhi. Therefore, I don't think nowadays people don't like the way Sheila ji is working in Delhi because there is no development in Delhi. 50 lakhs people are residing in unauthorized colonies, 30 lakhs in GJ cluster, Juggi Jhompdi clusters, 10 lakh in slums. Half of the population has no basic facility. ഡൽഹിയിൽ ലോക്പാൽ സമരം കേജ്രിവാൾ സംഘം അഴിച്ചുവിട്ട് പ്രതിഷേധമായിരുന്നെങ്കിൽ ഷീലാ ദീക്ഷിതിന് പണിയായ പാരകൾ വേറെയും ഉണ്ടായി. കഴിഞ്ഞ ഡിസംബറിൽ ഡൽഹിയിൽ ഓടുന്ന ബസ്സിൽ ക്രൂരമായി മാനഭംഗം ചെയ്യപ്പെട്ട് പുറത്തു വലിച്ചെറിയപ്പെട്ട പെൺകുട്ടി ലോകം മുഴുവൻ കരയിച്ചപ്പോൾ ഷീലാ ദീക്ഷിത് കരുതിയില്ല ആ പ്രതിഷേധത്തിന്റെ അല തെരഞ്ഞെടുപ്പ് വരെ വരുമെന്ന്. ഡൽഹിയെ ക്രൈം ക്യാപിറ്റൽ ഓഫ് ദ വേൾഡ് എന്ന് കളിയാക്കി പറഞ്ഞത് മാത്രമല്ല, ആണിനും പെണ്ണിനും പ്രാണഭയത്തോടെ നടക്കാൻ വയ്യെന്ന് ഷീലാ ദീക്ഷിതിന്റെ ശത്രുക്കൾ പറഞ്ഞു പരത്തി. See, being a woman, I can say women is not secure in Delhi. Being an advocate, you heard about the 16th December case, that Nirbhaya case. You have heard about after that case, being an advocate, I was going to my home in the night till 9:30. There after that case, I was very scared, and even every lady was very scared, and we started to back you home before sunset. This is the main problem. Second problem, when being a citizen of India, if I say there's a high crisis matter, high price in all the vegetables, all food materials, everything is very hiking the price of in every way. ഓരോ ദിവസവും ഓരോ ഞെട്ടിപ്പിക്കുന്ന സംഭവങ്ങൾ പെരുകി വന്നപ്പോൾ ജനം ഭരണത്തിലിരിക്കുന്ന സർക്കാരിനെ ശപിക്കാൻ തുടങ്ങി. ഡൽഹിയുടെ മുഖ്യമന്ത്രി കസേരയിൽ ഒരു പെണ്ണിരിക്കുമ്പോഴും പെൺകുട്ടികളുടെ മാനം തുലാസിലെന്ന് തെരഞ്ഞെടുപ്പ് വേദികളിലും ഷീല വിരുദ്ധർ വിമർശിച്ചു. ഡൽഹിയിലെ ഓരോ പെൺവോട്ടർമാരിലും കരുതിയിരിക്കുന്ന ഒരു പ്രതിഷേധമുണ്ട്. അത് ഷീലയ്ക്കെതിരായാൽ കോൺഗ്രസിന് കണക്കുകൾ പാളും. ഡൽഹിയിൽ സംസ്ഥാന ഗവൺമെന്റിൽ അധികാരം നഷ്ടപ്പെടുന്നത് കോൺഗ്രസിനെ സംബന്ധിച്ച് 2014 ലോക്സഭാ ഇലക്ഷനിലേക്കുള്ള ഓട്ടത്തിനിടയിൽ കാല് തളർത്തും. അതിനാൽ രാജ്യതലസ്ഥാനത്ത് തങ്ങളുടെ ആളും അർത്ഥവും സമ്പത്തും ശക്തിയും മുഖ്യമായും പ്രയോഗിച്ചാണ് കോൺഗ്രസ് ഒരു ജയത്തിനായി പോരാടുന്നത്. ഡൽഹിയിലെ ബസ്സിൽ പെൺകുട്ടി ബലാത്സംഗം ചെയ്യപ്പെട്ട ശേഷം രാജ്യം മുഴുവൻ അലയടിച്ച ജനരോഷം ഡൽഹിക്കാർ ഇനിയും മറന്നിട്ടില്ല. പെണ്ണിന്റെ മാനത്തിനായി ആണും പെണ്ണും തെരുവ് നിറഞ്ഞപ്പോൾ ഡൽഹി സർക്കാർ നഗരത്തിന്റെ വാതിലുകൾ അടച്ച് ഒളിച്ചിരുന്നു. ജലപീരങ്കിയും ടിയർ ഗ്യാസും തീർത്ത് പ്രതിരോധത്തെ തകർത്ത് ജനം ഇരച്ചു കയറിയത് ഡൽഹി ഭരിക്കുന്നവരുടെ നെഞ്ചിലേക്കാണ്. ഈ പ്രതിഷേധത്തിന്റെ മുന്നണിയിൽ കേജ്രിവാളും ആം ആദ്മി പാർട്ടിയും അന്ന് നിലയുറപ്പിച്ചു. ഒരു പുതിയ രാഷ്ട്രീയ പാർട്ടി നിലം തൊടിയിക്കാൻ ചെറിയ കളി പോരെന്ന് കേജ്രിവാൾ നേരത്തെ മനസ്സിലാക്കി. അടവ് 18 പയറ്റി ഒളിവിലും തെളിവിലും ആളും അർത്ഥവും പേശിബലവും പണക്കൊഴുപ്പും കാര്യമായുള്ള 2 പാർട്ടികൾ. അധികാരത്തിൽ ഇരുന്നും അത് പ്രയോഗിച്ചും പരിചയിച്ച കോൺഗ്രസും ബി.ജെ.പിയും. അവരോട് കൂട്ടുകൂടാൻ അവർക്കുള്ളതെല്ലാം കേജ്രിവാൾ പെട്ടെന്ന് സമാഹരിച്ചു. ഡൽഹിയിൽ നഗരത്തിലും പ്രാന്തത്തിലും ആം ആദ്മി പാർട്ടി ശൃംഖലകൾ തീർത്തു. ഡൽഹിയിലെ പ്രചാരണ ചൂടിനിടയിൽ അരവിന്ദ് കേജ്രിവാളിനെ തേടി നടക്കുമ്പോൾ ഡൽഹിയിലെ നഗരപ്രാന്തത്തിലെ ശുക്ർപൂർ ബസ്തിയിൽ കേജ്രിവാളിനെ കാത്ത് വലിയ ജനക്കൂട്ടം. ജനസമ്പർക്ക പരിപാടിയിലെ പ്രത്യേക വാഹനത്തിലേറി കേജ്രിവാൾ പെട്ടെന്നെത്തി. കാതടപ്പിക്കുന്ന മുദ്രാവാക്യങ്ങളും പടക്കം പൊട്ടിക്കലും വലിയ വാഹനനിരയും കേജ്രിവാൾ എത്തും മുമ്പേ തുടങ്ങി. തുറന്ന ജീപ്പിൽ പൂമാല അണിഞ്ഞ് കേജ്രിവാൾ പ്രവർത്തകരെ തൊട്ട് കൈവീശിയെടുത്തു.
വലിയ പൂമാലകളെടുത്ത് ജനം അടുത്തു വന്നു. ആകാശത്ത് നിന്ന് പൂ വിതറുന്നുണ്ടായിരുന്നു. പുതിയ മാല കൊണ്ടുവന്ന പ്രവർത്തകർ അത് കേജ്രിവാളിനെ അണിഞ്ഞ് ആത്മസായുജ്യമണിഞ്ഞു. ആരവങ്ങൾ അവസാനിക്കുന്നില്ല. ആം ആദ്മി പാർട്ടിയുടെ ചൂല് ചിഹ്നം പലയിടങ്ങളിൽ ഉയരുമ്പോൾ കേജ്രിവാൾ ശബ്ദമുയർത്തി പറഞ്ഞു തുടങ്ങി ഇങ്ങനെ: हम कभी बीजेपी को वोट देते थे, कभी कांग्रेस को, और दोनों पार्टियों ने मिलकर लूट लिया अपने को। इस बार एक मौका मिला है, सारे इकट्ठे हो जाओ। विकल्प नहीं था। इस बार भगवान की दया से एक नई पार्टी बनी है, आम आदमी पार्टी। 1 साल पहले बनी थी, लेकिन कुछ ना कुछ तो कुदरत का चमत्कार हो रहा है। आज दिल्ली में कहीं चले जाओ, किसी से बात कर लो। ഡൽഹി കണ്ട 10-8 പേരും പറയുന്നു അവർ ചൂൽ ചിഹ്നത്തിൽ തന്നെ ഇത്തവണ വോട്ട് കുത്തുമെന്ന്. ഇത് മാറ്റത്തിന്റെ തുടക്കമാണ്. അവസരം കളയരുത്. അധികം നീളാത്ത ചെറിയ പ്രസംഗം. അടുത്തുള്ള ക്ഷേത്രത്തിൽ കേജ്രിവാൾ വരണമെന്ന് പ്രവർത്തകർ നിർബന്ധം പിടിച്ചു. അവസാനം അതിന് വഴങ്ങിയ കേജ്രിവാൾ നിലത്തിറങ്ങി. ക്ഷേത്രത്തിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഒരു ചെറിയ കുശല പ്രശ്നം. ഒന്നിനും സമ്മതിക്കാത്ത ജനക്കൂട്ടം. വാഹനക്കൂട്ടം വീണ്ടും മുന്നോട്ട് നീങ്ങി. അവിടെയും ജനാരവം. കേജ്രിവാൾ സൗമ്യമായി വീണ്ടും ചെറിയ പ്രസംഗം. एक चीज ध्यान रखनी है, 4 दिसंबर को दिल्ली विधानसभा के चुनाव है, और ये चुनाव हम सब लोगों के लिए एक बहुत ही सुनहरी मौका है देश को बदलने का। अभी अपने पास कोई चारा नहीं होता था अभी तक। एक बार बीजेपी से नाराज होकर बीजेपी को हरा देते थे, एक बार कांग्रेस से नाराज होकर कांग्रेस को हरा देते थे। इस बार भगवान की दया से एक ईमानदार विकल्प सामने आया है, ईमानदार पार्टी सामने आई है, और कुछ ना कुछ कुदरत का चमत्कार हो रहा है दोस्तों। ये 1 साल पहले ये पार्टी बनी थी, और 1 साल के अंदर ही दिल्ली के हर आदमी के दिल के अंदर समा गई है। मैं पूरी दिल्ली में घूम रहा हूँ, जहाँ जाता हूँ वहीं पे लोग कहते हैं, कम से कम 10 में से 8 आदमी आज कहते हैं जी इस बार तो आम आदमी पार्टी को वोट देंगे। പുഷ്പവൃഷ്ടി മുറിയാതെ തുടരുന്നു. ചെറിയ കളിയല്ല കേജ്രിവാളിൻ്റെത്. ഡൽഹിയിൽ BJPയെയും കോൺഗ്രസിനെയും അട്ടിമറിച്ച് അധികാരത്തിൽ വരിക എന്ന വലിയ ലക്ഷ്യം ഒരുപക്ഷെ ജനങ്ങളുടെ കൈവീശൽ ഓട്ടായി മറിഞ്ഞാൽ അത്ഭുതങ്ങൾ സംഭവിച്ചേക്കാം. കേട്ട് കേൾവിയില്ലാത്ത പുതിയൊരു പാർട്ടി ഡൽഹിയിൽ അധികാരത്തിൽ വരും. പുതിയൊരു മുഖ്യമന്ത്രിയും ചിലപ്പോൾ അത് കേജ്രിവാളായേക്കാം. സത്യസന്ധമായ ഒരു പാർട്ടി ഇത്തവണ നിങ്ങൾക്ക് മുന്നിൽ എത്തിയെന്ന് കേജ്രിവാൾ പറഞ്ഞു. अरविंद केजरीवाल, किसी को चांस नए बंदे को देना भी चाहिए, जरूरी है। दुनिया तंग आ ही चुकी है अब। चुनाव आ रहे हैं, आपकी बहुत बड़ी समस्या कौन सी है? सारी है, भ्रष्टाचार भी है, महंगाई भी है, हर चीज है, कहीं पे सिस्टम नहीं है, कुछ नहीं है। अरविंद केजरीवाल, अरविंद केजरीवाल, अरविंद केजरीवाल। അവസരം ഇത്തവണ ചൂലിൽ നൽകൂ. കള്ളന്മാരെ രാഷ്ട്രീയത്തിൽ നിന്ന് മാറ്റി ഓടിക്കാൻ ചൂലെടുക്കൂ എന്ന ആത്മവിശ്വാസമുള്ള വാക്കുകൾ. പിന്നെ 2 വാക്ക് പറയാൻ തദ്ദേശ സ്ഥാനാർത്ഥി ജിതേന്ദ്ര തോമർക്ക് അവസരം. ചുറ്റും കൂടിയ കുട്ടികളോടൊരു വാക്ക്. വീട്ടിൽ പോയി അപ്പനമ്മമാരോട് പറയണം ആം ആദ്മി പാർട്ടിക്ക് വോട്ട് കൊടുക്കാൻ. मम्मी पापा को बोलना इस बार, मम्मी पापा को बोलना कि 4 दिसंबर को वोट डालने भी जाएंगे और झाड़ू पे मोहर लगाएंगे। बहुत बहुत शुक्रिया। वहाँ जितने लोग खड़े हैं थोड़ा सा दिल से भारत माता की जय कर दे, हाथ ऊपर करके। भारत माता की इनकलाब, इनकलाब, वंदे, वंदे। ചുറ്റും ചില മുതിർന്ന പൗരന്മാരും ഒത്തുകൂടി കൈപിടിച്ചു കുലുക്കി കേജ്രിവാളിനോട് കുശല പ്രശ്നം. പലരും ചുറ്റും കൂടുന്നു. സമയക്കുറവും ജനക്കൂട്ടവും നേതാവിന്റെ പ്രചരണത്തെ മുന്നേറ്റേക്ക് തള്ളുന്നു. ജീവിതത്തിൽ വഴിയരികിൽ വലിച്ചെറിഞ്ഞ സിവിൽ സർവീസ്, പിന്നെ ഡൽഹി ഇളക്കി മറിച്ച ലോക്പാലിന്റെ സമരം. ഇന്ന് രാഷ്ട്രീയത്തിൽ ആം ആദ്മി പാർട്ടിയുടെ തലപ്പത്ത് കേജ്രിവാളാണ്. അത്ഭുതങ്ങൾ സൃഷ്ടിച്ചാൽ വീരനായകനാകും കേജ്രിവാൾ. പ്രചരണ വാഹനം വീണ്ടും മുഖ്യവേദിയിലൂടെ കുതിക്കുന്നു. അടുത്ത കേന്ദ്രത്തിലേക്ക്. പ്രധാന കവലയിൽ ജനക്കൂട്ടം കൂടി നിന്ന് അഭിവാദനം ചെയ്യുന്നു. പ്രവർത്തകരും വാഹനങ്ങളും ചൂലും പേറിയാണ് സഞ്ചാരം.
കേജ്രിവാൾ ഇന്നത്തെ തലമുറയുടെ പുതിയ ജീവനാണ്. ഇതിന് ജാഡോയിൽ വോട്ട് ചെയ്യണമെന്നാണ് ഞങ്ങൾ എല്ലാവരും പറയുന്നത്. ഇപ്രാവശ്യം ഉറപ്പായിട്ടും ഡൽഹിയിൽ ജാഡോ ചലേഗ. ഇടയ്ക്കിടയ്ക്ക് വാഹനക്കുരുക്കുകളും ട്രാഫിക് തടസ്സങ്ങളും. ഒരു പ്രധാന വീതിയിലേക്ക് പെട്ടെന്ന് വാഹനം കടന്നു. വഴിയോരങ്ങളിൽ ഒരുപാട് പൊതുജനം. പാർട്ടിക്ക് കെജ്രിവാളിന്റെ പ്രചരണം ഡൽഹി മുഴുവൻ എത്തിക്കാനുള്ള ദൗത്യം. പലതരം വാഹനങ്ങളുണ്ട് നിരയിൽ. സ്കൂട്ടറും ഓട്ടോറിക്ഷയും പിന്നെ കെജ്രിവാളിന്റെ പേര് തുറന്ന ജീപ്പും. ഒരുപാട് ഉച്ചഭാഷണങ്ങൾ ഘടിപ്പിച്ച പ്രചരണ വാഹനം തൊട്ടുപിറകെ. തെരുവിലൊരു തരംഗമായി കേജ്രിവാൾ. കവലകൾ ഓരോന്നായി താണ്ടി പ്രചരണം മുന്നോട്ട് നീങ്ങുമ്പോൾ ജനം ഒരു സാഗരം പോലെ ഇരുവശത്തും കാത്തുനിന്നു. ചൂലേന്തിയ ചെറുപ്പക്കാരും യുവതികളും. കുട്ടികൾക്ക് വലിയ കൗതുകം. വീട്ടമ്മമാരും ഒരേ വാക്ക് ആവർത്തിക്കുന്നു. ഇതിനിടെ സ്വീകരിച്ചു വണങ്ങിയ കുട്ടികൾക്ക് പൂമാല തിരികെ ഇട്ടുകൊടുത്തും സിന്ദൂര തിലകം നെറുകയിൽ പേറിയും കേജ്രിവാൾ ജനങ്ങളുടെ സ്നേഹം ഏറ്റുവാങ്ങി മുന്നേറി. വാഹനവ്യൂഹം വഴിയിലുടനീളം ഒരു കുരുക്ക് തന്നെ സൃഷ്ടിച്ചു. ആവേശം രാഷ്ട്രീയമായി മറിഞ്ഞാൽ പുതിയ പാർട്ടി ഒരു പക്ഷേ ഡൽഹിയിൽ അധികാരത്തിൽ വരും. ഓരോ കുരുക്കം മറികടന്ന് പുതിയ കവലയിലേക്ക് കേജ്രിവാൾ മുന്നേറിക്കൊണ്ടേയിരുന്നു. അടുത്ത ജംഗ്ഷൻ. കേജ്രിവാളിനെയും കാത്ത് നേരത്തെ പ്രവർത്തകർ വാഹനങ്ങൾ എത്തുന്നതേയുള്ളൂ. റോഡിന്റെ ഒരു വശം മുഴുവൻ പ്രചരണ വാഹനങ്ങൾ മാത്രം. ദൂരെ നിന്ന് തന്നെ വർണ്ണ ബലൂണുകളും ആം ആദ്മി പാർട്ടിയുടെ പതാകയും കേജ്രിവാളിനെ സ്വീകരിക്കാനായി നിൽക്കുന്നു. എല്ലാ പ്രായത്തിലുമുള്ളവർ. അവസാനം കേജ്രിവാൾ എത്തുമ്പോഴേക്കും ആവേശം അണമുട്ടി. ഓരോരുത്തരുടെയും സ്നേഹാശംസകൾ ഏറ്റുവാങ്ങി റോസാ പുഷ്പങ്ങൾ കയ്യിലേന്തി കേജ്രിവാൾ സ്നേഹവും ആവേശവും തിരികെ കൊടുത്തു. ഒരു പെൺകുട്ടി പെട്ടെന്ന് അടുത്തേക്ക് കടന്നു വന്നു. കേജ്രിവാളിനെ തൊട്ട ശേഷം ഇങ്ങനെ പറഞ്ഞു: സാർ, താങ്കളെ ഈ രാജ്യത്തിന്റെ അടുത്ത പ്രധാനമന്ത്രിയായി കാണാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ജനക്കൂട്ടം ആരവമുയർത്തി. വീണ്ടും വീണ്ടും പൂമാലകൾ, പിന്നെ റോസാ പുഷ്പങ്ങൾ. I think so, आम आदमी पार्टी फुल मेजॉरिटी केजरीवाल ही जीतेंगे जी. हमारा तो पूरा समर्थन है केजरीवाल जी के साथ. और हमारे प्रत्याशी जो है सत्येंद्र जैन जी, वो इस बारी भारी बहुमत से जीतेंगे. लेकिन बीजेपी और कांग्रेस बहुत मजबूत है इस चुनाव में. नहीं, मजबूत है, लेकिन लोगों ने उनको कई सालों से आजमा रहे हैं. लेकिन भ्रष्टाचार आप देख ही रहे हैं, बढ़ता जा रहा है. महंगाई बढ़ती जा रही है. आम आदमी की कमर टूट गई है. लोग बोल रहे हैं कि जो कांग्रेस के खिलाफ के वोट है वो आम आदमी पार्टी और बीजेपी के साथ साथ चल जाएगा. और बिल्कुल जाएगा जी. आज की डेट में जो आम आदमी है, समझदार आदमी है, वो जरूर केजरीवाल जी को वोट देगा. കേജ്രിവാളിന് ഒരു സിനിമാ താരത്തിന്റെ പരിവേഷം പോലെ മൊബൈൽ ഫോണിൽ ചിത്രം പകർത്തുന്നവരും പൂമാല അണിയുന്നവരും തിരക്ക് കൂട്ടുമ്പോൾ പെട്ടെന്ന് കേജ്രിവാൾ ചെറിയ പ്രസംഗം തുടങ്ങി. दो ही पार्टियां होती थी, बीजेपी और कांग्रेस, और दोनों ने मिलकर देश को लूट लिया. अपने पास कोई विकल्प नहीं था. इस बार एक ईमानदार पार्टी बनी है. ईमानदार विकल्प निकल के आया है आम आदमी पार्टी के रूप में. और आज तक भारत के इतिहास में कभी नहीं हुआ कि एक पार्टी बनी और एक साल के अंदर वो लोगों के दिलों में इतनी ज्यादा समा गई. तो दोस्तों, कुछ ना कुछ कुदरत का चमत्कार है. ये सच्चाई और ईमानदारी की जीत है कि आज पूरी दिल्ली के अंदर आम आदमी पार्टी की जबरदस्त लहर है. 8 आदमी आपको कहते मिलते हैं जिस बार झाड़ू पे मोहर लगाएंगे, आम आदमी पार्टी को वोट देंगे. तो इस बार 20 दिन रह गए. सब लोग अपने अपने काम से छुट्टी ले लो, थोड़े दिन दुकान बंद कर दो, और जितना हो सकता है युद्ध स्तर पे अब काम करना है. घर घर जाके बोलना है कि भाई आम आदमी पार्टी को वोट देना है. हमारे यहाँ से कैंडिडेट सत्येंद्र जैन जी हैं. मैं इनसे कहूँगा कि 2 शब्द कहें. കേജ്രിവാളിന്റെ പ്രയാണത്തിൽ അഴിമതിയും കെടുകാര്യസ്ഥതയും അന്ത്യമാണ് ആം ആദ്മി പാർട്ടി മുന്നോട്ട് വയ്ക്കുന്നതെങ്കിൽ കുറഞ്ഞപക്ഷം ഡൽഹിയിൽ ഒരു മാറ്റം അരികിലാണെന്ന് തോന്നിക്കുന്നു. ഡൽഹിയിലെ ഈ തിരഞ്ഞെടുപ്പിലും വോട്ട് ബാങ്ക് വഴി ഒരു നിർണായക ഘടകമാകുന്നത് സിഖ് സമൂഹമാണ്.
ആചാരങ്ങളിലും വിശ്വാസങ്ങളിലും തനിമയും ജീവിത രീതിയും ഒത്തൊരുമയും വ്യത്യസ്തമാക്കുന്ന സിഖ് സമൂഹം ഡൽഹിയിൽ ഒരു കാലത്ത് നേരിട്ട പീഡനങ്ങൾ ഒരിക്കലും മറക്കില്ല. ഇന്ദിരാഗാന്ധിയുടെ മരണശേഷം സിഖുകാർക്ക് നേരെയുണ്ടായ കൊള്ളയും കൊലയും ബലാത്സംഗവും പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന കോൺഗ്രസിന് എപ്പോഴും പേടിയാണ്. പക്ഷേ അടിച്ചമർത്തലും ഹിംസയും തളരാത്ത മനോധൈര്യം ഈ തെരഞ്ഞെടുപ്പ് വേളയിലും സിഖ് സമൂഹം കാത്തു സൂക്ഷിക്കുന്നു. ठीक है, हम सिंह इस किंग जूर हैं, लेकिन हम हारने वाले नहीं हैं, किसी बात से पीछे हटने वाले नहीं हैं. आज भी हम जी रहे हैं सर, हम हिंदुस्तान के अंदर रहते हैं, इंडिया के अंदर. आज भी हमारी शान है, आज लोग भी हमें अभी भी जानते हैं. आज हमारा ही देश है ये, हम इंडिया के रहने वाले हैं, सिख हैं, हम दिल्ली के रहने वाले हैं, कोई ऐसी बात नहीं. क्यों डरेंगे हम किसी से डरते, हमें किसी से कोई शिकायत भी नहीं है. किस बात की शिकायत? यही रहते हैं, मजे से जिंदगी बता रहे हैं. बाकी महंगाई से हमें बहुत दिक्कत हो रही है. BJP സിഖ് വികാരം വോട്ടാക്കാൻ NDAയിലെ പഞ്ചാബിലെ ഘടകകക്ഷിയായ ശിരോമണി അകാലിദൾ നേതാക്കളെ പ്രചരണത്തിന് ഇറക്കും മുമ്പ് തന്നെ ആം ആദ്മി പാർട്ടി സിഖ് കലാപ ബാധിതരിൽ ചിലരെ നേരത്തെ പ്രചരണത്തിന് ഉപയോഗിച്ചു. സിഖ് കലാപത്തിൽ പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന കോൺഗ്രസ് നേതാവ് സജ്ജൻ കുമാറിന്റെ മകൻ ജഗ് പർവേഷിനെ സംഗം വിഹാർ മണ്ഡലത്തിൽ തോൽപ്പിക്കുകയാണ് ആം ആദ്മി പാർട്ടിയുടെ ഒരു മുഖ്യ ലക്ഷ്യം. BJP കാര്യാലയത്തിലെത്തുമ്പോൾ നാമനിർദ്ദേശ പത്രികകൾ പൂരിപ്പിക്കുന്ന തിരക്കിലാണ്. പലരുടെയും സ്ഥാനാർത്ഥിത്വം സ്ഥിരീകരിച്ചത് തന്നെ ഈ ദിവസം മാത്രം. അക്ഷരവും പുള്ളിയും മാറാതെ വിവരങ്ങൾ ചേർത്ത് ഓരോരുത്തരുടെയും കാര്യങ്ങൾ ഉറപ്പുവരുത്തുന്നു. സീറ്റ് കിട്ടിയവർ ഹസ്തദാനങ്ങളും ആശ്ലേഷങ്ങളും ഏറ്റുവാങ്ങുന്നു. There is a wave in favor of BJP, not only in Delhi but in whole India. Even like in Chhattisgarh, Madhya Pradesh, Rajasthan, Delhi, BJP is coming in a clear-cut majority, and the people are like they are frustrated with Congress working. They are with the corruption, with the price rise. There are so many issues, and even in Delhi there are so much local issues also. There has been no development for last 15 years. മയൂർ വിഹാറിൽ സീറ്റ് കിട്ടിയ സ്ഥാനാർത്ഥി അവിടുത്തെ മലയാളി വോട്ടർമാരെ സ്വപ്നം കണ്ട് സംസാരിച്ചു. हमारे यहाँ जो मलयाली लोग हैं हमें बहुत प्यार करते हैं, स्नेह करते हैं. अभी पूजा हुई थी उसमें भी हम गए थे. हर कार्यक्रम में हमें वो बुलाते हैं और उनसे मुझे बहुत अपेक्षा है, क्योंकि वह लोग जो होते हैं मलयालम हुए, केरल कहीं के भी लोग हुए, ये एकदम शंकराचार्य का काम करते हैं कि देश को जोड़ने का काम करते हैं. जैसे गुलदस्ता होता है सभी फूलों को बनता है और फूलों के अंदर गुलाब होता है, ऐसे ही गुलदस्ते के अंदर मलयालम लोग वाले हमारे गुलाब का काम करते हैं. और हमेशा मेरी इच्छा है कि उनकी समस्याएं उनको हम समाधान करें, क्योंकि वर्तमान जो सरकार जो MLA बैठा हुआ है उन्होंने खाली वोट बैंक की तरह उसको इस्तेमाल किया है, लेकिन वो सजग हो गए और सजगता के साथ वो भारतीय जनता पार्टी को आज की तरह समर्थन दे रहे हैं और भारतीय जनता पार्टी उनके ही मतों से, उनके ही आशीर्वाद से विजयी होगी. ഇതിനിടയിൽ BJP ഓഫീസിന് പുറത്തെ ഒരു ചെറുകൂട്ടത്തിന്റെ പ്രതിഷേധം. യാദവ സമാജമെന്ന ബോർഡിലെടുത്ത് തങ്ങൾക്ക് ഇഷ്ടപ്പെട്ടവർക്ക് ആർക്കോ സീറ്റ് കിട്ടാത്തതിന്റെ ദേഷ്യം. BJP പാർട്ടിക്കും നേതാക്കൾക്കുമെതിരെ മുദ്രാവാക്യങ്ങൾ നീണ്ടു. സീറ്റ് കിട്ടാത്ത ആരുടെ പണിയാണ് ദേ വന്ന് ദേ പോയി പ്രതിഷേധം. ചെറുപ്പക്കാർ ഡൽഹിയിൽ അടുത്തിടെ വീശിയ വലിയ പ്രതിഷേധങ്ങൾ കണ്ണിന് മുന്നിൽ കണ്ടവരാണ്. അതുകൊണ്ട് തന്നെ ഒരു വലിയ മാറ്റം മനസ്സിൽ പേറുന്നവർ. I think this time give to Aam Aadmi Party. Okay. Yeah. Because we see Bharatiya Janata Party or Congress. So now it's time to watch Aam Aadmi Party. They are talking about Sheila Dikshit, right? But on the time जब से Sheila Dikshit is coming in the Chief Minister of the Delhi, corruption is happening day by day, and she is the Commissioner of the Delhi, Chief Minister of the Delhi. At the same time, there are lots of rape cases are coming, or over here there is no action taking places. Asset attacks are coming over here day by day, and no girl is safe, even inside the home as well as outside the home. So we don't want Congress. പലർക്കും ആം ആദ്മി പാർട്ടി തന്നെയാണ് മനസ്സിലുള്ളത്. To vote for anybody, so that the election commission or the voting commission will be now consider this, like these people, the people of India are now in a stage that they want some other leaders to rule the country. ഈ വാക്കുകൾക്കപ്പുറം ഈ ആവേശം വോട്ടാകുമോ എന്ന സംശയം മാത്രമേ ആം ആദ്മി പാർട്ടിക്കുള്ളൂ. Yes, obviously the Congress rule has failed in every way. It has been a major failure for the last 15 years, and especially the young voters, especially the youth voters, especially the first time voters, they will vote, they will definitely vote in the favor of BJP. കേജ്രിവാളിന്റെ ജനപ്രീതി യുവാക്കളും പുതിയ വോട്ടർമാരും കടന്ന് മുതിർന്നവരിലും സാധാരണക്കാരിലും പോലും പ്രകടമായി. केजरीवाल को वोट डालने हैं. केजरीवाल बंदा बहुत अच्छा है और कांग्रेस तो कुछ कर नहीं रही, बहुत महंगाई कर रही है, हर चीज़ महंगी हो गई है, कोई अच्छा काम नहीं कर रही. केजरीवाल बड़ा अच्छा आदमी है, इसको हम वोट डालेंगे. പ്രചരണത്തിന്റെ ചൂട് നിൽക്കുമ്പോൾ പ്രകടന പത്രികയുമായി കോൺഗ്രസ് ജനങ്ങളുടെ ഇടയിൽ.
വലിയ വാഗ്ദാനങ്ങൾ നൽകി വെറുതെ ബഹളമുണ്ടാക്കാനില്ലെന്ന് ഷീലാ ദീക്ഷിതും. പല വാഗ്ദാനങ്ങളും കഴിഞ്ഞ 15 വർഷം പറഞ്ഞു തഴമ്പിച്ച വികസന മന്ത്രങ്ങൾ. और शीला जी ने विस्तार से आपको बताया कि कौन सी नई योजनाएं हम आगे बनाने जा रहे हैं. और हम कांग्रेस पार्टी एक ऐसी पार्टी है जो वास्तविकता के आधार पे अपना मैनिफेस्टो जनता के सामने रखती है. कोई सपना नहीं दिखाते हम, कोई हम हवा में बात नहीं करते. तो इसलिए जो हमने बातें रखी हैं उनका हम पालन करेंगे. जैसे पिछले 15 सालों में हमने इस दिल्ली की तस्वीर बदली है, वैसे ही अगले 5 सालों में इस तस्वीर को और बदलेंगे और जनता की ज़िंदगी में खुशहाली लाएंगे. ये हमारा लक्ष्य है. ചേരികൾ പുനഃസ്ഥാപിക്കാനും പുരോഗമിക്കാനും പ്രവർത്തന പരിപാടികൾ. പിന്നെ ഡൽഹിക്ക് പൂർണ്ണമായ സംസ്ഥാന അധികാരം നേടിയെടുക്കുമെന്ന സ്വപ്നവും. പ്രകടനപത്രികയിൽ ആം ആദ്മി പാർട്ടി കറണ്ട് ചാർജ് കുറയ്ക്കുമെന്ന് വാഗ്ദാനം. ഷീല സർക്കാരിന്റെ കാലത്ത് അമിത ചാർജ് വന്ന കറണ്ട് ബില്ലുകൾ ജനം പൊതുവേദിയിൽ കേജ്രിവാളിന്റെ നേതൃത്വത്തിൽ കത്തിച്ചു കളഞ്ഞതാണ്. ഡൽഹിക്കാരൻ കറണ്ട് ബില്ല് കണ്ട് തലകറങ്ങിയപ്പോൾ BJP ഇങ്ങനെ ഒരിക്കൽ തലയിൽ കൈവച്ച് പാടിയതാണ്. बिजली की चोर बाजारी से इन सब का गहरा नाता है. ये कैसी रोशन नगरी है, घर घर में अंधेरा छाया है. सब अपनी मेहनत का पैसा इनकी झोली में जाता है. दिल्ली में इस अंधेर नगरी का जिम्मेदार कौन? ഡൽഹിയിലെ പോലീസ് നിയന്ത്രണം സംസ്ഥാനത്തിന് കീഴിൽ വരുമെന്നും ആം ആദ്മി പാർട്ടി വാഗ്ദാനം ചെയ്യുന്നു. ഡൽഹിയുടെ അമരത്ത് ഹർഷവർദ്ധനെ ഉറപ്പിച്ചിരുത്തുന്നത് ഒരൽപ്പം വൈകിയാണെന്ന് പറയാം. മന്ത്രിപദവിയിൽ കണ്ണുനട്ട് പാർട്ടിക്കുള്ളിൽ വിജയ് ഗോയൽ, വിജയ്കുമാർ മൽഹോത്ര തുടങ്ങിയ ഒരു വലിയ നിര. പക്ഷേ കടുത്ത മത്സരം പ്രതീക്ഷിക്കുന്ന ഡൽഹി തിരഞ്ഞെടുപ്പിൽ പാർട്ടി കാര്യങ്ങൾ ആലോചിച്ച് ഹർഷവർദ്ധന്റെ പേരെടുത്തിട്ടു. BJP പ്രവർത്തകരുടെ യോഗങ്ങൾ പങ്കെടുത്ത് പര്യടനം നടത്തുന്ന ഹർഷവർദ്ധനെ യോഗവേദിയിൽ ചെന്ന് കാണുമ്പോൾ ചുറ്റും വലിയ ജനക്കൂട്ടം. ഇതിനിടയിൽ ആം ആദ്മി പാർട്ടിയുടെ പ്രവർത്തകരുടെ ഒരു കൂട്ടം BJPയിൽ ചേരുന്ന ചടങ്ങ്. പുതുതായി വന്ന പ്രവർത്തകരുടെ ഗാന്ധി തൊപ്പി ഊരിമാറ്റി BJP ചിഹ്നങ്ങൾ അണിയിച്ച് സ്വാഗതം ചെയ്യുന്ന ഹർഷവർദ്ധൻ. തുടർന്ന് തടിച്ചുകൂടിയ പ്രവർത്തകരെയും നേതാക്കളെയും അഭിസംബോധന ചെയ്ത ചെറിയ പ്രസംഗം. BJP ജയിക്കുമെന്ന് അമിതമായ ആത്മവിശ്വാസം ആലസ്യത്തിന് കാരണമാകരുതെന്ന് ഹർഷവർദ്ധൻ ഓർമ്മിപ്പിച്ചു. ഇനിയുള്ള ദിവസങ്ങൾ അത്യുത്സാഹത്തോടെ ഉണർന്ന് പ്രവർത്തിക്കണം, മറ്റുള്ളവരെ പ്രവർത്തിപ്പിക്കാൻ പ്രേരിപ്പിക്കണം. ഇങ്ങനെ പോയി നിർദ്ദേശങ്ങൾ. യോഗം കഴിഞ്ഞിറങ്ങുമ്പോൾ വാക്കുകളിൽ വലിയ ആത്മവിശ്വാസം. 15 years out of power is nothing small. Is there a hangover among BJP workers? No. Our BJP workers have seen so many victories in these 15 years. We have won all the 7 Lok Sabha seats. In these 15 years, we have won the corporation election 2 times, in 2007 and then again in 2012. We won all the 3 corporations. We even won the Delhi Cant elections in 2008. So for us, this is nothing new. The Sheela factor is something very difficult to conquer. I think Sheela Dikshit ji has herself become a liability for her party, and this will be proved in this election. 15 വർഷം കൈവിട്ടുപോയ അധികാരം കോൺഗ്രസിൽ നിന്ന് പിടിച്ചെടുക്കാൻ BJP പുറത്തുവിട്ടിരിക്കുന്ന പടക്കുതിരയാണ് ഡോക്ടർ ഹർഷവർദ്ധൻ. അത്ര എളുപ്പമാകില്ല ഷീലാ ദീക്ഷിതിനെ മാറ്റി BJPക്ക് അധികാരത്തിൽ വരാൻ. എന്നാലും ആത്മവിശ്വാസത്തോടെ മുന്നേറുകയാണ് BJPയും ഡോക്ടർ ഹർഷവർദ്ധനും. ഡൽഹിയുടെ തെരഞ്ഞെടുപ്പ് കളിയുടെ പോക്കറിയണമെങ്കിൽ വോട്ടർമാരുടെ കണക്കുകൾ കൂടി കുറച്ച് നേരെ നോക്കണം. ഡൽഹിയിലെ വോട്ടർമാരിൽ 9 ലക്ഷം പേർ 18-നും 21-നും ഇടയിൽ. ഇതിൽ 3.5 ലക്ഷം ആദ്യമായി വോട്ട് ചെയ്യുന്നവർ. എല്ലാ പാർട്ടികളും ഇവരെ ചാക്കിടാൻ വെമ്പുന്നു. സോഷ്യൽ മീഡിയ സൈറ്റുകളിൽ തങ്ങളുടെ പ്രചരണം സാന്നിധ്യം പുലർത്തി ആശയങ്ങൾ വിനിമയം ചെയ്യുകയാണ് പാർട്ടികൾ. കേജ്രിവാൾ കോളേജുകളിലും യൂണിവേഴ്സിറ്റികളിലും കയറിയിറങ്ങുമ്പോൾ യുവാക്കളോട് വോട്ട് ചെയ്യാനും രാഷ്ട്രീയത്തിൽ വരാനും ആഹ്വാനം ചെയ്യുന്നു. അണ്ണാ ഹസാരെയുടെ ലോക്പാൽ പ്രക്ഷോഭത്തിൽ നിന്നും കേജ്രിവാൾ ആം ആദ്മി പാർട്ടിയിൽ എത്തുമ്പോഴേക്കും അണ്ണാ ഹസാരെയ്ക്ക് ചെറിയ എതിർപ്പുകളുണ്ടായിരുന്നു. ഇന്ത്യ അഗൈൻസ്റ്റ് കറപ്ഷൻ എന്ന പ്രസ്ഥാനം രാഷ്ട്രീയ പരിവേഷം എടുക്കരുതെന്ന് അണ്ണ ശഠിച്ചു. കേജ്രിവാൾ തന്റെ വഴിക്ക് പോയപ്പോൾ അണ്ണാ ഹസാരെയൊന്ന് ചോദിച്ചു. തന്റെ പേര് പ്രചരണത്തിൽ ഉപയോഗിക്കരുതെന്ന് അണ്ണ വിലക്കി. തെരഞ്ഞെടുപ്പിന് മുന്നൊരുക്കങ്ങൾക്കിടയിൽ കേജ്രിവാളിന് അണ്ണാ ഹസാരെയുടെ മറ്റൊരിടങ്കോൽ വന്നു. ലോക്പാൽ പ്രക്ഷോഭത്തിന് പൊതുജനങ്ങളിൽ നിന്നും പിരിച്ച പണത്തിന് കേജ്രിവാൾ കണക്ക് കൊടുത്തില്ലെന്ന് അണ്ണ. കൊടുത്തെന്ന് കേജ്രിവാളും. മിച്ചം വന്ന പണം കേജ്രിവാൾ തിരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ഉപയോഗിക്കുന്നുവെന്ന് അണ്ണാ ഹസാരെ. തിരഞ്ഞെടുപ്പ് അടുക്കുമ്പോഴേക്കും തർക്കം ഇപ്പോഴും തുടരുകയാണ്. ഡൽഹിയിൽ സംസ്ഥാന തിരഞ്ഞെടുപ്പ് 2014 ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ മുന്നോടിയാണെന്ന് ജനത്തിനും രാഷ്ട്രീയക്കാർക്കും അറിയാം. സത്യം പറഞ്ഞാൽ ഡൽഹിക്കാർക്ക് ദേശീയ രാഷ്ട്രീയമാണ് കൂടുതലും കണ്ടുപരിചയം. രാഹുൽ ഗാന്ധിയും നരേന്ദ്രമോദിയും ഡൽഹിക്കാരെ ഇളക്കാൻ ചുറ്റിക്കറങ്ങി. വലിയ രാഷ്ട്രീയ മുഖങ്ങൾ എപ്പോഴും റോഡരികിൽ കാണുന്ന ഡൽഹിക്കാർ ഇവരെയൊക്കെ അധികം മൈൻഡ് ചെയ്തില്ല എന്നാണ് കേട്ടത്. ഒരു ദിവസം രാഹുലിന്റെ ഡൽഹിയിൽ ഒരു പ്രചരണ യോഗം. നാട്ടുകാരൊക്കെ പറഞ്ഞതുപോലെ കൂട്ടം കൂടി. രാഹുൽ ഒരു 3 മണിക്കൂറൊന്ന് വൈകിയെത്തി.
പ്രസംഗം തുടങ്ങുമ്പോഴേക്കും ജനം പൊടിയും തപ്പി എണീറ്റ് തുടങ്ങി. അവസാനം ഷീലാ ദീക്ഷിത് എണീറ്റ് കാല് പിടിച്ചു പറഞ്ഞു, നിങ്ങളൊന്ന് രാഹുൽജിയുടെ പ്രസംഗമെങ്കിലും ഒന്ന് കേട്ടിട്ട് പോകും. मैं आपसे कहती हूँ 10 मिनट और रुक जाओ, राहुल जी की आवाज तो सुन के जाओ. मुझे मालूम है खाने की भूख लग रही है, लेकिन थोड़ी देर रुक जाओ. ആര് കേൾക്കാൻ? നാട്ടുകാർ അതിനകം വീടെത്തി. അല്പം വെളുപ്പിരായ കോൺഗ്രസ് ഇങ്ങനെ പറഞ്ഞ് സമാധാനിച്ചു. ഡൽഹി റോഡിൽ സൈക്കിളിലും കാറിലും നിക്കറിട്ടോടിയും രാഹുലിനെ എപ്പോഴും കാണുന്നവരല്ലേ അവർ. അതാണ് ഒരു പുതുമയുമില്ല. അതാവും ജനം പ്രസംഗം തുടരും മുമ്പേ പോയത്. മോഡിയുടെ യോഗത്തിൽ വലിയ ആളായിരുന്നുവെന്ന് BJP. ഇങ്ങനെയൊക്കെയാണ് കേന്ദ്രത്തിൽ സംഭവിക്കാൻ പോകുന്നതെന്ന് പ്രതിപക്ഷത്തിന്റെ പ്രവചനം. മോഡി ഭക്തർ ഡൽഹിയിൽ ഹാപ്പിയാണത്രേ. The case is that of course we are benefiting with the image of the Narendra Modi, with the development work of the Mr. Narendra Modi, and still I think it's not a semi-final, but yes, it has some effect on the general elections also. ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനും BJPക്കും ഉണ്ടാകുന്ന ജയാപജയങ്ങൾ ഒരുപക്ഷെ 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ നിർണായകമായി ബാധിച്ചേക്കാം. വരുന്ന ദേശീയ തെരഞ്ഞെടുപ്പിന്റെ സെമി ഫൈനൽ എന്ന് ഘോഷിക്കപ്പെടുന്ന ഈ തെരഞ്ഞെടുപ്പിൽ ജയിച്ചു കയറുക എന്നത് BJPക്കും കോൺഗ്രസിനും കഠിനമായ ശ്രമമാണ്. ന്യൂഡൽഹി മണ്ഡലത്തിൽ ഇത്തവണ തീപാറുന്ന മത്സരം തീർച്ചയാണ്. ഡൽഹി മുഖ്യമന്ത്രി ഷീലാ ദീക്ഷിത് 3 വട്ടം ജയിച്ചു കയറിയവിടെ അവരെ എതിർക്കാൻ സാക്ഷാൽ കേജ്രിവാൾ. BJP അവരുടെ പഴയ അധ്യക്ഷൻ വീരേന്ദ്ര ഗുപ്തയെ മത്സരിപ്പിക്കുന്നു. ഡൽഹി തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കും മുമ്പ് തന്നെ കേജ്രിവാൾ പറഞ്ഞതാണ് ഷീലയെ എതിർക്കുമെന്ന്. അന്ന് ഷീലാ ദീക്ഷിത് കാര്യമാക്കി എടുത്തില്ലെങ്കിലും കേജ്രിവാൾ വാക്ക് പാലിച്ചു. ന്യൂഡൽഹിയിൽ അങ്ങനെ വമ്പന്മാരുടെ പടയൊരുങ്ങി. തീപാറുന്ന പോരാട്ടം. പക്ഷെ ഫലം വരുമ്പോൾ ആര് ചാമ്പലാകുമെന്ന് കണ്ടറിയണം. ഏതായാലും ന്യൂഡൽഹി മണ്ഡലത്തിൽ ടൈംസ് ഓഫ് ഇന്ത്യ നടത്തിയ അഭിപ്രായ സർവേയിൽ കേജ്രിവാൾ വൻപിച്ച ഭൂരിപക്ഷത്തോടെ ജയിക്കും എന്നാണ് പ്രവചനം. കളി അവിടെയും തീരുന്നില്ല. തെരഞ്ഞെടുപ്പ് പ്രവചനം ശരിയാണെങ്കിൽ ഷീലാ ദീക്ഷിത് 3ാം സ്ഥാനത്ത് പതിക്കും. അതും BJP സ്ഥാനാർത്ഥി വീരേന്ദ്ര ഗുപ്തയ്ക്കും പിറകിലായി. ഈ ഭൂകമ്പം ഡൽഹിയിൽ പൊട്ടിയാൽ അത് പൊതുജനത്തിന്റെ വലിയൊരു മറുപടിയാകും. എന്തായാലും വോട്ടെണ്ണി തീരും വരെ കാത്തിരിക്കാനാണ് ഷീലയുടെ മറുപടി. പ്രവചനങ്ങൾ പലത് വരുന്നു പോളിംഗിന് മുമ്പ്. ആം ആദ്മി പാർട്ടിയിൽ നേതൃത്വം ഏറ്റെടുത്ത പ്രസിദ്ധ തെരഞ്ഞെടുപ്പ് വിദഗ്ധൻ യോഗേന്ദ്ര യാദവിന്റെ പ്രവചനത്തിൽ ആം ആദ്മി പാർട്ടി 47 സീറ്റുകൾ നേടുമെന്ന് അവകാശവാദം. ഇത് തന്നെ ആം ആദ്മി പാർട്ടി എല്ലാ തെരഞ്ഞെടുപ്പ് വേദികളിലും പ്രചരിപ്പിക്കുകയും ചെയ്യുന്നു. കോൺഗ്രസിന് കേട്ടിട്ട് വലിയ ആശ്ചര്യം. BJP ജയിക്കുമെന്നും കോൺഗ്രസ് ജയിക്കുമെന്നുമൊക്കെ ഓരോരോ പഠനങ്ങൾ. ഇന്ത്യ ടുഡേ OG മാർഗമായി നടത്തിയ അഭിപ്രായ സർവേയിൽ BJP ഡൽഹി പിടിക്കുമെന്ന് പ്രവചനം. ഉള്ള 70 സീറ്റിൽ 40 സീറ്റുകൾ നേടുമെന്നാണ് പ്രവചനം. കോൺഗ്രസ് കയ്യിലുള്ള 23 സീറ്റുകൾ നഷ്ടപ്പെട്ട് 18 ഒതുങ്ങും. ആം ആദ്മി പാർട്ടി സ്വയം നടത്തിയ സർവേ ഫലത്തിൽ നിന്നും താഴെ വെറും 10 സീറ്റിൽ മുട്ടിനിൽക്കും. ഇങ്ങനെയൊക്കെയാണ് ഇന്ത്യ ടുഡേയുടെ പഠനങ്ങൾ പറയുന്നത്. Maybe they get some votes, but they are not getting any seats. But are you really scared that the anti-Congress votes will be shared between BJP and Aam Aadmi Party, and ultimately the Congress could? No, we are not scared, because the Aam Aadmi Party is spoiling the vote of Congress also. Basically, though, they are working on behest of the Congress. ഇന്ത്യ ടുഡേ സർവേ പ്രകാരം BJP 37% വോട്ടുകൾ സംസ്ഥാനത്ത് കിട്ടുമെന്ന് കണക്ക്. കോൺഗ്രസിന് 29%, ആം ആദ്മി പാർട്ടിക്ക് 20% വോട്ടുകളും പ്രതീക്ഷിക്കുന്നു. ആനന്ദ് ബസാർ പത്രിക നടത്തിയ പഠനത്തിൽ കോൺഗ്രസും BJPയും ആം ആദ്മി പാർട്ടിയും ഡൽഹിയിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടം. കഴിഞ്ഞ ആഴ്ചയുള്ള ജനവികാരം അനുസരിച്ച് 3 പേരും 15ഉം 20നും ഇടയിൽ സീറ്റുകളിൽ കടുത്ത മത്സരത്തിലാണ്. ഇവിടുത്തെ ഫലങ്ങൾ ഡൽഹിയുടെ പൊതു തിരഞ്ഞെടുപ്പ് ഫലത്തെ നിർണായകമായി ബാധിക്കും. വോട്ടിംഗ് ദിവസമായ ഡിസംബർ 4 BJP 2% വോട്ടുകൾ കൂടി അനുകൂലമായി മറിക്കാൻ കഴിഞ്ഞാൽ അവർക്ക് 40 സീറ്റ് നേടി ഭൂരിപക്ഷം നേടാനാകുമെന്നാണ് ചില സർവേകൾ പറയുന്നത്. ഡിസംബർ 4 കലാശ പോരാട്ടത്തിനു മുമ്പേ ഡൽഹിക്കാരുടെ മനസ്സിളക്കുന്നത് സൂക്ഷ്മമാകില്ലെന്ന് അനുഭവസ്ഥർ പറയുന്നു. മാറുന്ന മനസ്സിന്റെ വോട്ട് തീരുമാനം ഇനിയും രൂപപ്പെടാനിരിക്കുന്നതേയുള്ളൂ. 2 പാർട്ടികളെ കണ്ടുപരിചയിച്ച ജനങ്ങൾ മൂന്നാമതൊരാളെ കൂടി ബാലറ്റ് പേപ്പറിൽ വിലയിരുത്താൻ സമയമെടുക്കും. പരമ്പരാഗത വോട്ട് ബാങ്കിന്റെ കളി പഠിച്ച കോൺഗ്രസും BJPയും പുതുകളിക്കാരായ ആം ആദ്മി പാർട്ടിയും ഡൽഹി രാഷ്ട്രീയത്തിന്റെ രസതന്ത്രം മാറ്റിമറിച്ചിരിക്കുന്നു. പുറം കാഴ്ചകൾ മാത്രം കണ്ടുകൊണ്ട് ഒരു പ്രവചനം അല്പം അസാധ്യമാണ്. ഡൽഹിയുടെ മുക്കിലും മൂലയിലും ആം ആദ്മി പാർട്ടി ഇനിയും ചെന്നെത്തി തീർന്നിട്ടില്ല. കോൺഗ്രസ് സ്ഥാനാർത്ഥി ലിസ്റ്റ് പൂർണ്ണമായത് അല്പം വൈകിയാണ്. BJPയുടെ നേതൃത്വത്തെക്കുറിച്ചുള്ള തീർച്ച വന്നത് ഒരുപാട് താമസിച്ച്. ഇങ്ങനെ എല്ലാവർക്കും ഒരു മുടന്തുണ്ട് തിരഞ്ഞെടുപ്പ് രംഗത്ത്. നന്നായി ഓടേണ്ട സമയം എല്ലാവർക്കും തുല്യമാണ് താനും. അങ്ങനെയെങ്കിൽ കണക്കിനുമപ്പുറം ഒരു അത്ഭുതമാകുമോ ഡൽഹി തിരഞ്ഞെടുപ്പ്? ആമയും മുയിലും ഓട്ടത്തിലെ മുന്നോട്ടക്കാരന്റെ ഗതി ആം ആദ്മി പാർട്ടിയെ തറപറ്റിക്കുമോ? കോൺഗ്രസിന്റെ കിട്ടാവുന്ന തീർച്ച വോട്ടുകൾ ആം ആദ്മി പാർട്ടി അടിച്ചുമാറ്റി BJPക്ക് വിജയപതാക കൈമാറുമോ? ഡൽഹിയിലെ ഭൂരിപക്ഷം ജനങ്ങളും ഒറ്റക്കെട്ടായി മാറ്റത്തിനു വേണ്ടി കൊതിച്ചിരിക്കുമ്പോൾ കണക്കിലെ കളികൾ ഫലം അതിന്റെ വഴിക്ക് വ്യത്യസ്തമാക്കുമോ? ഡൽഹിയുടെ മനസ്സാർക്കും പിടികൊടുക്കുന്നില്ല. ഏതായാലും ഒരു കാര്യം തീർച്ച, വലിയ കേമന്മാരും പെരിയ അവകാശവാദക്കാരും ചിലപ്പോൾ മൂക്കുകുത്തിയേക്കാം. അങ്ങനെയൊക്കെ ആയാലും അവസാനം ജനം ജയിച്ചാൽ മതിയായിരുന്നു. 1.5 പതിറ്റാണ്ട് കാലത്തെ കോൺഗ്രസിന്റെ ഭരണം മാറ്റി അധികാരം പിടിച്ചെടുക്കുക എന്നുള്ളതാണ് BJPയുടെ ഡൽഹിയിലെ ശ്രമം. ചരിത്രത്തിൽ ആദ്യമായി ഡൽഹിയിൽ ഒരു ത്രികോണ മത്സരം നടക്കുമ്പോൾ ആം ആദ്മി പാർട്ടിയാകുമോ ഒരുപക്ഷെ വിധി നിർണയത്തെ
വലിയ രീതിയിൽ സ്വാധീനിക്കുന്നത്.